നമസ്കാരം. പ്രധാന വാർത്തകൾ. വിവാദ പ്രസ്താവനയുമായി സുരേഷ് ഗോപി. ഗോത്രവിഭാഗത്തിന്റെ ഉന്നമനത്തിന് ഉന്നത കുലജാതൻ മന്ത്രിയാകണം. ഗോത്രവകുപ്പ് ഭരിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് സുരേഷ് ഗോപി. തരംതാണ പ്രസ്താവനയെന്ന് CK ജാനു. നടിയെ ബലാത്സംഗം ചെയ്തെന്ന പരാതിയിൽ മുകേഷ് MLA-ക്കെതിരെ കുറ്റപത്രം. വാട്സപ്പ് ചാറ്റും ഇമെയിലും ഡിജിറ്റൽ തെളിവെന്ന് അന്വേഷണ സംഘം. മുകേഷ് MLA ആയി തുടരുമെന്ന് MV ഗോവിന്ദൻ. രാജി ആവശ്യം ശക്തമാക്കി പ്രതിപക്ഷം. ഞാൻ നിരവധി വലിയ പത്രമാധ്യമങ്ങളെ വിളിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇന്ന സംഭവങ്ങളൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന് ഇങ്ങനെ എനിക്കെതിരെ പറഞ്ഞതുകൊണ്ട് എന്ത് കിട്ടി, നിങ്ങൾക്ക് എന്ത് നേട്ടം കിട്ടിയെന്ന് നിങ്ങൾക്ക്, ഞാൻ ചെറിയ കുട്ടിപ്രായം മുതൽ നിങ്ങളുടെ പത്രം ചെറുകയിലെടുത്ത് നടക്കുന്ന ഒരാളാണ്. എന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ട് പലതും ലഭിച്ചോ നിങ്ങൾക്ക് ഞാൻ ചോദിച്ചിട്ടുണ്ട്. തുറന്നു പറഞ്ഞ് K സുധാകരൻ. നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് ഹൈക്കമാൻഡ് തീരുമാനിക്കും. പുനഃസംഘടന വൈകാതെ പൂർത്തിയാക്കും. VD സതീശനും രമേശ് ചെന്നിത്തലയും മികച്ച പ്രതിപക്ഷ നേതാക്കൾ. KSU പ്രവർത്തകർക്കെതിരെ ആക്രമണം തുടർന്നാൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും KPCC അധ്യക്ഷൻ. മഞ്ചേരിയിൽ നവവധു തൂങ്ങിമരിച്ച സംഭവത്തിൽ ഭർത്താവ് കസ്റ്റഡിയിൽ. ദുരൂഹത ആരോപിച്ച് കുടുംബം. എളങ്കൂർ സ്വദേശി വിഷ്ണുജിയെ ആത്മഹത്യയിലേക്ക് നയിച്ചത് സൗന്ദര്യമില്ലെന്നും ജോലിയില്ല എന്നുമുള്ള ഭർത്താവിന്റെ കുറ്റപ്പെടുത്തൽ. ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട ദേവേന്ദുവിന്റെ അമ്മ ശ്രീധുവിനെതിരെ സാമ്പത്തിക തട്ടിപ്പ് കേസ്. നടപടി ദേവസ്വം ബോർഡ് ജോലി വാഗ്ദാനം ചെയ്ത പണം തട്ടിയെന്ന പരാതി. കുഞ്ഞിനെ കൊന്ന അമ്മാവൻ ഹരികുമാറിനെ നാളെ കസ്റ്റഡിയിൽ വാങ്ങും. തമിഴ്നാട്ടിലെ മന്ത്രവാദിയും നിരീക്ഷണത്തിൽ. ചോറ്റാനിക്കരയിലെ പെൺകുട്ടിയുടെ മരണം. റിമാൻഡിലുള്ള പ്രതി അനൂപിനായി നാളെ കസ്റ്റഡി അപേക്ഷ നൽകും. അനൂപിനെ പെൺകുട്ടിയുടെ വീട്ടിലെത്തിച്ച സുഹൃത്തിനെയും തിരയുന്നു. മാന്നാറിൽ മാതാപിതാക്കളെ ചുട്ടുകൊന്ന മകനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ജനുവരി മാസത്തിൽ കേരളം സാക്ഷിയായത് മനുഷ്യത്വം മരവിച്ച അരുംകൊലപാതകങ്ങൾക്കും കൊടും ക്രൂരതകൾക്കും. ഓരോ അതിക്രമത്തിനു പിന്നിലും എന്തെന്നന്വേഷിച്ച് ന്യൂസ് 18. ചോര പുരണ്ട ജനുവരി വാർത്താ പരമ്പര. ഡൽഹിയിൽ പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. വോട്ടുറപ്പിക്കാൻ അവസാന അടവും പയറ്റി മുന്നണികൾ. ആദായ നികുതി പരിധി ഉയർത്തിയത് വോട്ടാകുമെന്ന പ്രതീക്ഷയിൽ BJP. ഡൽഹിയിൽ വസന്തം വിരിയുമെന്ന് പ്രധാനമന്ത്രി. മെക്സിക്കോയും കാനഡയുമായി ട്രംപിന്റെ നികുതി യുദ്ധം. മെക്സിക്കൻ കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവ ഏർപ്പെടുത്തി. അതേ നാണയത്തിൽ മറുപടി നൽകി മെക്സിക്കോയും കാനഡയും. ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ 10% കൂട്ടി. വിവാദ പരാമർശവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഗോത്രവിഭാഗ മന്ത്രാലയത്തിന് ഉന്നത കുലജാതനായ മന്ത്രി വേണമെന്നും എങ്കിലേ ഗോത്രവിഭാഗത്തിന് പുരോഗതി ഉണ്ടാകൂ എന്നും അദ്ദേഹം പറഞ്ഞു. ബ്രാഹ്മണനോ നായിഡുവോ ട്രൈബൽ വകുപ്പ് മന്ത്രിയാകട്ടെ, ഗോത്രവിഭാഗ വകുപ്പ് മന്ത്രിയാവണമെന്നത് തന്റെ മോഹമാണ് എന്നും 2016 MP ആയ കാലം മുതൽ പ്രധാനമന്ത്രിയോട് ഇത് പലതവണ അപേക്ഷിച്ചതാണ് എന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഡൽഹിയിൽ BJP തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. ഞാൻ 2016 MP ആയ ആ കാലഘട്ടം തൊട്ട് ഞാൻ മോദിജിയോട് ആവശ്യപ്പെടുന്നുണ്ട്, എനിക്ക് സിവിൽ ഏവിയേഷൻ വേണ്ട, എനിക്ക് ട്രൈബൽ തരും. ഒരു ട്രൈബൽ ക്യാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്തയാളാവുകയില്ല. എന്റെ ആഗ്രഹമാണ്, എന്റെ സ്വപ്നമാണ്. ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം. ഒരു ട്രൈബൽ മന്ത്രിയാവാൻ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മന്ത്രിയാക്കണം. ഈ പരിവർത്തനം ഉണ്ടാവണം നമ്മുടെ ജനാധിപത്യ സംവിധാനം. ഉന്നത കുലജാതർ, ഒരു ബ്രാഹ്മണനോ ഒരു നായിഡുവോ, അവര് നോക്കട്ടെ ഗോത്രവർഗത്തിന്റെ കാര്യങ്ങൾ. സുരേഷ് ഗോപിയുടെ പ്രസ്താവന ദൗർഭാഗ്യകരമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ഒഴിവാക്കേണ്ടിയിരുന്ന പ്രസ്താവനയാണ് എന്നും കേന്ദ്രമന്ത്രി സ്ഥാനം ഉപയോഗിച്ച് കേരളത്തിന് സുരേഷ് ഗോപി
നേട്ടമുണ്ടാക്കുകയാണ് വേണ്ടത് എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അത്തരം വിവാദ പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഏത് മന്ത്രിസ്ഥാനത്ത് കിട്ടിയാലും ആ മന്ത്രിസ്ഥാനം ഉപയോഗിച്ച് കേരളത്തിന് നേട്ടങ്ങൾ ഉണ്ടാക്കുക, കേരളത്തിലെ ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു മന്ത്രി ശ്രമിക്കേണ്ടത്. ഇപ്പം 2 കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ ഉണ്ടായപ്പോൾ ജനങ്ങൾ പ്രതീക്ഷിച്ച എന്താണ്? ഈ ബഡ്ജറ്റിലൂടെ കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടും, കേരളത്തിന് കൂടുതൽ പദ്ധതികൾ ലഭിക്കും എന്നെല്ലാമല്ലേ. പക്ഷേ ഈ ബഡ്ജറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം വ്യക്തമായി, കേരളത്തിന് ഒരു അവകാശം ചോദിക്കാൻ പോലും കഴിയില്ല എന്ന നിലയിലാണ് മന്ത്രിമാർ സംസാരിക്കുന്നത്. ഏതായാലും വളരെ ദൗർഭാഗ്യകരമായ പ്രസ്താവനകളാണ് ഈ 2 കേന്ദ്രമന്ത്രിമാരുടെയും ഭാഗത്തുനിന്നുണ്ടായത്. ഉന്നത കുലജാതർ ആണ് പിന്നോക്ക വിഭാഗത്തിന്റെ മന്ത്രിയാകണം എന്ന് സുരേഷ് ഗോപി പറഞ്ഞത്. ആ പ്രസ്താവനയാണ് ഇപ്പോൾ വിവാദമായിട്ടുള്ളത്. അതേസമയം പിന്നോക്ക വിഭാഗത്തിൽ നിന്നൊരാളെ മന്ത്രിയാക്കാൻ പറ്റുന്നുവെങ്കിൽ അത് മുന്നാക്ക വകുപ്പുകൾ, ക്ഷേമത്തിന്റെ വകുപ്പുകൾ അടക്കം കൈകാര്യം ചെയ്യണം എന്ന നിലയിലും അദ്ദേഹം പറയുകയുണ്ടായി. സുരേഷ് ഗോപിയുടെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. ഞാൻ 2016 MP ആയ ആ കാലഘട്ടം തൊട്ട് ഞാൻ മോദിജിയോട് ആവശ്യപ്പെടുന്നുണ്ട്, എനിക്ക് സിവിൽ ഏവിയേഷൻ വേണ്ട, എനിക്ക് ട്രൈബൽ ഇതിൽ. ഒരു ട്രൈബൽ ക്യാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്ത ആളാവുകയില്ല. എന്റെ ആഗ്രഹമാണ്, എന്റെ സ്വപ്നമാണ്. ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം. ഒരു ട്രൈബൽ മന്ത്രിയാവാൻ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മന്ത്രിയാക്കണം. ഈ പരിവർത്തനം ഉണ്ടാകണം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ. ഉന്നത കുലജാതർ, ഒരു ബ്രാഹ്മണനോ ഒരു നായിഡുവോ, അവർ നോക്കട്ടെ ഗോത്രവർഗത്തിന്റെ കാര്യങ്ങൾ. വലിയ വ്യത്യാസമുണ്ട്. ഞാൻ 2016 MP സുരേഷ് ഗോപിയുടെ വാക്കുകൾ ആണ് കേട്ടത്. ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ടായിരുന്നു സുരേഷ് ഗോപിയുടെ ഇത്തരത്തിലുള്ള വിവാദമായ വാക്കുകൾ. അത് വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. 2016 MP ആയ ആ കാലഘട്ടം തൊട്ട് ഞാൻ മോദിജിയോട് ആവശ്യപ്പെടുന്നുണ്ട്, എനിക്ക് സിവിൽ ഏവിയേഷൻ വേണ്ട, എനിക്ക് ട്രൈബൽ ഇതിൽ. ഒരു ട്രൈബൽ ക്യാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്ത ആളാവുകയില്ല. എന്റെ ആഗ്രഹമാണ്, എന്റെ സ്വപ്നമാണ്. ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം. ഒരു ട്രൈബൽ മന്ത്രിയാവാൻ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മന്ത്രിയാക്കണം. ഈ പരിവർത്തനം ഉണ്ടാവണം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ. ഉന്നത കുലജാതർ, ഒരു ബ്രാഹ്മണനോ ഒരു നായിഡുവോ, അവർ നോക്കട്ടെ ഗോത്രവർഗത്തിന്റെ കാര്യങ്ങൾ. വലിയ വ്യത്യാസമുണ്ടാകും. പുതിയ ആദായ നികുതി ഘടന പ്രഖ്യാപിച്ചതോടെ 1 കോടി പേർക്കാണ് ആനുകൂല്യം ലഭിക്കുന്നത്. ഡൽഹി തെരഞ്ഞെടുപ്പിൽ അടക്കം ഇത് അനുകൂലം ആകും എന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. ബീഹാർ ബജറ്റ് എന്ന വിമർശനത്തിന് പിന്നാലെ വിവിധ സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിനെതിരെ രംഗത്ത് വന്നു. പാർലമെന്റിൽ ഈ ആഴ്ച പുതിയ ടാക്സ് ബിൽ അവതരിപ്പിക്കാനിരിക്കെ ബജറ്റ് സമ്മേളനം പ്രക്ഷുബ്ധം ആകുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. 12.75 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവരെ ടാക്സ് ലാബിൽ നിന്ന് ഒഴിവാക്കിയ ബജറ്റ് പ്രഖ്യാപനം ഭരണപക്ഷം രാജ്യത്തെമ്പാടും കൊട്ടിഘോഷിക്കുകയാണ്. പുതിയ തീരുമാനത്തോടെ 1 കോടിയിലധികം ആളുകൾ ടാക്സ് ലാബിൽ നിന്ന് ഒഴിവാകുമെന്നാണ് വിലയിരുത്തൽ. ആദായ നികുതി തീരുമാനത്തിൽ പ്രശംസയുടെ അതേ തീവ്രതയിൽ തന്നെ വിമർശനവും കേന്ദ്രത്തിനെതിരെ ഉയരുന്നുണ്ട്. ബീഹാർ ബജറ്റ് എന്ന വിമർശനമാണ് പ്രധാനം. ബീഹാറിന് അമിത പരിഗണന നൽകിയതിനെതിരെ കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം രംഗത്ത് വന്നു. കേന്ദ്രത്തിലെ സ്വാധീനം വഴി JDU ബീഹാറിന് വേണ്ടി നേട്ടങ്ങൾ സ്വന്തമാക്കിയപ്പോൾ 16 MPമാരുള്ള TDPക്ക് స్వాధీనం చెల్లితి ఆంధ్రప్రదేశ్ను వేండి ఒన్నం నేడియెడుకాన్ കഴിഞ്ഞില്ലെന്നാണ് వైఎస్ఆర్ కాంగ్రెస్ന്റെ విమర్శనం. ఆంధ్ర రాష్ట్రానికి ఏమొచ్చిందనేది వచ్చినేది మీరు చెప్పడం లేదు, రానిది మీరు ఎక్కడ కూడా బాధ వ్యక్తం చేయడం లేదు. బీహార్కి ఏమేమి వచ్చిందనేది ఒక్కసారి చూద్దాం.
കർഷകരെ കേന്ദ്ര സർക്കാർ പൂർണ്ണമായും കൈയൊഴിഞ്ഞുവെന്നാണ് ബജറ്റിനെതിരായ മറ്റൊരു പ്രധാന വിമർശനം. രാജ്യത്തെ 85 കോടി വരുന്ന കർഷകർ താങ്ങുവില ഉറപ്പാക്കുന്നതും കടമെഴുതി തള്ളുന്നതുമെല്ലാം പ്രതീക്ഷിച്ചിരുന്നു. കർഷകരോട് കാട്ടിയത് കടുത്ത അനീതിയാണെന്നും വിവിധ കർഷക സംഘടനാ പ്രതിനിധികൾ പറഞ്ഞു. കോൺഗ്രസിന് പുറമെ DMK, ശിവസേന, UBT, CPM, CPI അടക്കമുള്ളവർ സമാന വിമർശനം പരസ്യമാക്കി. പാർലമെന്റിൽ ഈ ആഴ്ച പുതിയ ടാക്സ് ബിൽ അവതരിപ്പിക്കാനിരിക്കെ ഈ വിമർശനങ്ങളെല്ലാം ഉയർത്തി ഭരണപക്ഷത്തെ ചെറുക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ബജറ്റിൽ പരിഗണന കിട്ടിയില്ല എന്ന കേരളത്തിന്റെ പരാതിക്ക് മറുപടിയുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കേരളം നിലവിളിക്കുകയല്ല വേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു. കിട്ടുന്ന ഫണ്ട് കൃത്യമായി ചെലവഴിക്കണം. കേരളം ബീഹാർ എന്ന് തരംതിരിച്ച് കണ്ടിട്ടില്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞു. ട്രൈബലിന്റെ തുകയെടുത്ത് വകമാറ്റിയതുപോലെ അല്ലാതെ ടൂറിസത്തിന് ഇത്രയും കോർപ്പസ് ഉണ്ട്, നീക്കിവെപ്പുണ്ട് എന്ന് മനസ്സിലാക്കി കേരളത്തിന് എന്ത് വേണമെന്ന് പറഞ്ഞ് ചുമ്മാ ഈ പൊലമ്പല് നടത്തിയ പോരാ. കേരളത്തെ അപമാനിച്ച ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രി സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ജോർജ് കുര്യൻ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണം. സംസ്ഥാനത്തിന് ആവശ്യമായത് നേടിയെടുക്കാനുള്ള ആർജവമോ ഇച്ഛാശക്തിയോ ജോർജ് കുര്യനോ സുരേഷ് ഗോപിക്കോ ഇല്ല എന്നും VD സതീശൻ വിമർശിച്ചു. കേരളം പിന്നോക്കമാണ് എന്ന് പ്രഖ്യാപിച്ചാൽ കൂടുതൽ കേന്ദ്ര സഹായം കിട്ടും എന്നായിരുന്നു ജോർജ് കുര്യന്റെ പരാമർശം. നടനും MLAയുമായ മുകേഷിനെതിരെയുള്ള പീഡന പരാതിയിൽ കുറ്റപത്രം സമർപ്പിച്ച പ്രത്യേക അന്വേഷണ സംഘം. ആലുവ സ്വദേശിനിയായ നടി ആരോപിച്ച കുറ്റം തെളിഞ്ഞതായും MLAക്കെതിരെ ഡിജിറ്റൽ തെളിവുകൾ ഉണ്ട് എന്നും കുറ്റപത്രത്തിൽ പറയുന്നു. അന്വേഷണ സംഘത്തിന് നന്ദി എന്ന് പരാതിക്കാരി ന്യൂസ് 18നോട് പ്രതികരിച്ചു. താരസംഘടനയായിരുന്ന അമ്മയുടെ അംഗത്വം വാഗ്ദാനം ചെയ്താണ് നടൻ മുകേഷ് പല സ്ഥലങ്ങളിൽ വെച്ച് നടിയെ ലൈംഗികമായി പീഡിപ്പിച്ചതെന്നാണ് കേസ്. കേസിൽ മുകേഷിനെതിരെയുള്ള ഡിജിറ്റൽ തെളിവുകളുണ്ടെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. വാട്സപ്പ് ചാറ്റുകളും ഇമെയിൽ സന്ദേശങ്ങളും കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. കൂടാതെ സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും ലഭിച്ചിട്ടുണ്ട്. ലൈംഗികാതിക്രമ വകുപ്പ് കൂടി ചേർത്താണ് മുകേഷിനെതിരെ കുറ്റപത്രം നൽകിയിരിക്കുന്നത്. കേസിൽ നടിയുടെ രഹസ്യമൊഴി അടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ മുകേഷിന് നേരത്തെ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം ഉയർന്നുവന്ന പരാതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു മുകേഷ് ഉൾപ്പെടെ 7 പേർക്കെതിരെ ആലുവ സ്വദേശിയായ നടി നൽകിയ പരാതി. ആദ്യം സമൂഹ മാധ്യമങ്ങളിൽ വന്ന വെളിപ്പെടുത്തൽ പിന്നീട് അന്വേഷണ സംഘത്തിന് മുന്നിൽ പരാതിയായി എത്തി. നടി ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുവെന്നായിരുന്നു മുകേഷ് അടക്കമുള്ളവർ ഇതിൽ പ്രതികരിച്ചതും. സത്യം കണ്ടെത്തിയതിൽ സന്തോഷമെന്ന് പരാതിക്കാരി ന്യൂസ് 18നോട് പ്രതികരിച്ചു. അന്ന് ഒരുപാട് അപമാനമൊക്കെ ഉണ്ടായല്ലോ, അതെനിക്ക് അനുഗ്രഹമായി മാറിയില്ലേ. അങ്ങനെ ഒരു നടി ബ്ലാക്ക്മെയിൽ ചെയ്ത എന്തുകൊണ്ട് അദ്ദേഹം പോലീസിൽ അറിയിച്ചില്ല? മനസ്സിലായോ? ഇതിനൊന്നും റിപ്ലൈ ചെയ്തില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹമായി എനിക്ക് തോന്നുന്നത്. സ്റ്റേറ്റുകാരാണ് എനിക്ക് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ളത്. കേസിൽ ഉൾപ്പെട്ടവർക്ക് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. CPM MLA ആയ മുകേഷിനെതിരായ ലൈംഗിക പീഡന പരാതി ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾ ഉയർത്തിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. മുകേഷ് MLA ആയി തുടരും എന്നുള്ളതായിരുന്നു MV ഗോവിന്ദന്റെ പ്രതികരണം. മുകേഷിന്റെ കാര്യത്തിൽ കോടതി തീരുമാനമെടുക്കട്ടെ എന്നും MLA സ്ഥാനത്ത് തുടരും എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പാർട്ടിയും സർക്കാരും ഉചിതമായ നിലപാട് സ്വീകരിക്കുമെന്നായിരുന്നു EP ജയരാജന്റെ പ്രതികരണം. ആയിക്കോട്ടെ, കേസ് തീരട്ടെ. അതിന് നമുക്ക് കുഴപ്പം. ഒരാൾ പ്രഖ്യാപിച്ചു എന്നുള്ളതുകൊണ്ട് മാത്രം കാര്യമില്ല. അത് കോടതിയല്ലേ കൈകാര്യം ചെയ്യുക. കോടതി കൈകാര്യം ചെയ്യട്ടെ. അതേ ആർക്കെതിരായിട്ടും കോടതിയല്ലേ കൈകാര്യം ചെയ്യേണ്ടത്. കോടതിയുടെ നിലപാട് സ്വീകരിക്കട്ടെ, അപ്പോൾ നമുക്ക് അറിയിക്കാം. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന് കോൺഗ്രസ് നേതാവ് ഷാനിമോൾ ഉസ്മാൻ ആവശ്യപ്പെട്ടു. കേസെടുത്തപ്പോൾ തന്നെ രാജി ആവശ്യം കോൺഗ്രസ് ഉയർത്തിയിരുന്നുവെന്നും ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു. കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്ന കേരള പോലീസാണ്. എല്ലാ സമ്മർദ്ദങ്ങളും അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. കാരണം പരാതിക്കാരിയെ ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി അതിൽ നിന്ന് ഇട്ടുകൊണ്ട് പോകുന്ന അവർ തിരിച്ചോടുന്ന തരത്തിലുള്ള സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട്. അത് ഞങ്ങളൊക്കെ പറഞ്ഞത് എന്താണ്? അധികാരത്തിലിരിക്കുന്ന ആളുകളെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് സ്വാധീനിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്നുള്ളതിനെ സൂചിപ്പിച്ചത്. CPM മുകേഷിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന എല്ലാ തരത്തിലും സംരക്ഷണം കൊടുക്കുന്ന രീതിയാണ് നമ്മൾ കണ്ടുവന്നത്. ഇതിനകത്ത് ഇയാൾ രാജിവെച്ചേ മതിയാവൂ. വനിതാ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ പീഡന പരാതിയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് പിടിയിൽ. മേക്കപ്പ് ആർട്ടിസ്റ്റ് രുജിത് മോനെ ആണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. കാക്കനാട് ഫ്ളാറ്റിൽ നിന്നാണ് ഇയാൾ പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇയാളെ ഫെഫ്കയിൽ നിന്നും പുറത്താക്കിയതായി സംഘടന അറിയിച്ചു. ഇടവേള.
പ്രബുദ്ധ കേരളം എന്നാണ് മറ്റുള്ളവർ നമ്മൾ മലയാളികളെ വിശേഷിപ്പിക്കാറുള്ളത്. സാക്ഷരതയിൽ, ഉന്നത വിദ്യാഭ്യാസത്തിൽ, സാമൂഹിക സാമ്പത്തിക സൂചികയിൽ എല്ലാം നമ്മൾ മലയാളികൾ, കേരളം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറെ മുന്നിലാണ്. എന്നാൽ 2025 പിറന്നതിന് ശേഷം കഴിഞ്ഞ ഒരു മാസക്കാലം മലയാളികൾ കണ്ടും കേട്ടും അറിഞ്ഞ വാർത്തകളിൽ അധികവും മനസ്സാക്ഷിയെ മരവി ചോര പുരണ്ട ജനുവരി. അനുദിനം വർദ്ധിക്കുന്ന കുറ്റകൃത്യങ്ങളുടെ കണക്ക് നടുക്കത്തോടെയാണ് കേരളം കേൾക്കുന്നത്. ബാലരാമപുരത്ത് കിണറ്റിലിട്ട് കൊന്ന ദേവനന്ദു എന്ന 2.5 വയസ്സുകാരി മുതൽ മഞ്ചേരി പുൽപ്പറ്റയിൽ ബക്കറ്റിലെ വെള്ളത്തിൽ മരിച്ച നിലയിൽ കണ്ട 3 മാസം പ്രായമായ ആദിദേവ് വരെയുള്ള മുഖങ്ങൾ ആർക്കും മറക്കാനാകില്ല. മലയാളിയുടെ മനസ്സാക്ഷി മരവിച്ചോ എന്ന ചോദ്യമാണ് ഈ ക്രൂര കൊലപാതകങ്ങൾ നമുക്ക് മുന്നിൽ ഉയർത്തുന്നത്. കുറ്റകൃത്യത്തിന്റെ ക്രൂരത കണ്ട് കേരളം ഞെട്ടിവിറയ്ക്കുന്നു. ദൈവത്തിന്റെ സ്വന്തം നാടിനു മുകളിൽ ശാപത്തിന്റെ കരുനിഴൽ. പുരോഗമന കാഴ്ചപ്പാടുകളിൽ ഇന്ത്യക്ക് മാതൃക എന്നൂറ്റം കൊണ്ട സംസ്ഥാനം മനോനില തെറ്റിയ കുറ്റവാളികളുടെ കേളിഗൃഹമായി മാറിയെന്ന് ഒരമ്പരപ്പോടെയെങ്കിലും നാം തിരിച്ചറിയുന്നു. പുതുവത്സരം പിറക്കുന്ന ആഘോഷത്തിന്റെ മനോഹര നിമിഷത്തിലും കേരളത്തിൽ ഒരു കൊലപാതകം നടക്കുകയായിരുന്നു. തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് പുതുവത്സരം ആഘോഷിക്കാനെത്തിയ പ്രായപൂർത്തിയാകാത്ത 2 വിദ്യാർത്ഥികൾ 30-കാരനെ കുത്തിക്കൊന്നു. മുള്ളൂർക്കരയിൽ ന്യൂ ഇയർ ആശംസിക്കാത്ത സുഹൃത്തായ യുവാവിനെ കാപ്പ കേസ് പ്രതി 24 തവണ കുത്തി. പത്തനംതിട്ടയിൽ 13 വയസ്സു മുതൽ താൻ ലൈംഗിക പീഡനത്തിനിരയായി എന്ന് വെളിപ്പെടുത്തിയ 18-കാരി പറഞ്ഞത് 64 പേരുകൾ. ഒരു പെൺകുട്ടിയെ ഇത്രയധികം പേർ ലൈംഗിക ചൂഷണത്തിനിരയാക്കുന്ന സംഭവം അപൂർവം. പക്ഷേ അതും കേരളത്തിൽ നടക്കുന്നു. ചേന്നമംഗലം കൂട്ടക്കൊലയിൽ പശ്ചാത്താപമില്ലെന്നാണ് പ്രതി ഋതു ജയൻ അന്വേഷണ സംഘത്തോട് പറഞ്ഞത്. അയൽവാസികളായ 3 പേരെ കൊന്ന ശേഷം ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന 4-മത്തെയാൾ മരിക്കാത്തതിലാണ് പ്രയാസമെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. വൈക്കത്ത് ഹണി ട്രാപ്പിൽ വൈദികനെ കുടുക്കിയ യുവതിയും സുഹൃത്തും പലപ്പോഴായി തട്ടിയത് 41 ലക്ഷം രൂപ. തലശ്ശേരിയിൽ ജനിപ്പിച്ച കുറ്റത്തിന് അമ്മയ്ക്ക് മകൻ നൽകിയ ശിക്ഷ മരണം. കഠിനംകുളത്ത് പൂജാരിയുടെ ഭാര്യയെ സുഹൃത്ത് ജോൺസൺ കൊലപ്പെടുത്തിയത് കഴുത്തിൽ കത്തികുത്തിയിറക്കി. നെന്മാറയിലെ കൊലയാളി ചെന്താമര വിശ്വസിക്കുന്നത് താൻ ഒരു കടുവയാണെന്നാണ്. ചോറ്റാനിക്കരയിലെ പോക്സോ അതിജീവിതയെ കാമുകൻ ചുറ്റിക കൊണ്ടടിച്ചു കൊന്നത് ഇഞ്ചിഞ്ചായി. അതിനിടയിലും ലൈംഗിക ബന്ധത്തിന് ശ്രമിച്ചു. ഇങ്ങനെ പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ വയോവൃദ്ധരെ വരെ കൊല്ലാൻ മടിയില്ലാത്ത നാടായി മലയാളക്കര മാറിക്കഴിഞ്ഞു. നീതിബോധമില്ലാത്ത, നിയമ സംവിധാനത്തെ ബഹുമാനിക്കാത്ത ഹീനനീച നികൃഷ്ട ജന്മങ്ങളായി മാവേലി നാട്ടിലെ മക്കൾ പരിണമിച്ചത് ആശ്ചര്യമെങ്കിലും സത്യം. കേരളത്തെ വീണ്ടെടുക്കാൻ, മനസാക്ഷിയെ തിരിച്ചുപിടിക്കാൻ കാത്തുനിൽക്കുകയോ ഈ നാട്? ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കൊച്ചിയിൽ സഹപാഠികളുടെ റാഗിങ്ങിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത മിഹിർ അഹമ്മദിന്റെ കുടുംബം അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. കൊച്ചിയിൽ എത്തിയാണ് കുടുംബം മൊഴി നൽകിയത്. കുടുംബത്തിന്റെ അന്വേഷണത്തിൽ ബോധ്യമായ കാര്യങ്ങളും അവർ ഇതുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച തെളിവുകളും പോലീസിന് കൈമാറി എന്നാണ് വിവരം. ഡാനി പോളാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാനി, ഈ കുട്ടിയുടെ കുടുംബം തന്നെയാണ് സഹപാഠികളുടെ റാഗിങ്ങുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിച്ചത്. അതുമായി ബന്ധപ്പെട്ട ചില സ്ക്രീൻഷോട്ടുകളും മറ്റു വിവരങ്ങളുമൊക്കെ ആ ആരോപണത്തോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ തെളിവുകൾ കൈമാറി എന്നാണ് അറിയാൻ സാധിക്കുന്നത്? അഭിലാഷ, ഇന്ന് കുടുംബം ഉച്ചയോടുകൂടിയാണ് അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്തിയത്. ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. കുടുംബം മൊഴി നൽകിയിരിക്കുന്നു. അതിൽ അമ്മയും അതോടൊപ്പം തന്നെ അമ്മയുടെ സഹോദരനും ഇവർക്ക് അറിയാവുന്ന മുഴുവൻ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വസ്തുതകൾ ഇവർക്ക് കൈമാറിയിട്ടുമുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് 3 വിദ്യാർത്ഥി സംഘങ്ങൾ നിരന്തരം പിന്തുടർന്ന് മിഹിർ അഹമ്മദിനെ അവമാനിക്കുന്ന രീതിയിൽ തന്നെ ഇവിടെ പെരുമാറി, ക്രൂരമായ റാഗിംഗ് നടത്തി. ഇതായിരുന്നു ആത്മഹത്യയിലേക്ക് അടക്കം കാര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിച്ചത് എന്ന് ഇവർ നൽകിയ മൊഴിയിൽ പറയുന്നു. ഒപ്പം തന്നെ കുട്ടി റാഗിങ്ങിന് ഇരയായിട്ടും അത് സ്കൂൾ മാനേജ്മെന്റ്, അതായത് തിരുവാണിയൂരിലെ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ മാനേജ്മെന്റ് അറിഞ്ഞിരുന്നില്ല. അത്തരം കാര്യങ്ങളിലേക്ക് അവർ ശ്രദ്ധിച്ചിരുന്നില്ല. ഈ മാനേജ്മെന്റിനും അധ്യാപകർക്കുമെതിരെയും ഈ ആരോപണങ്ങൾ കുടുംബം പറയുന്നു. അതോടൊപ്പം തന്നെ മിഹിറിന്റെ മരണത്തെ വാട്സപ്പിലൂടെ അധിക്ഷേപിച്ച് മെസ്സേജ് കൈമാറിയ വിദ്യാർത്ഥി സംഘങ്ങളുണ്ട്. ഇവർക്കെതിരെയും നടപടി വേണമെന്നും ഇവർ അന്വേഷണ സംഘത്തോട് ആവശ്യപ്പെടുന്നവരുടെ മൊഴിയിലെല്ലാം ഇത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതോടൊപ്പം
നേരത്തെ പഠിച്ചിരുന്ന കാക്കനാട് ജെംസ് സ്കൂൾ ജംസ ഇന്റർനാഷണൽ പബ്ലിക് സ്കൂളിനെതിരെയും മൊഴിയിൽ പരാമർശമുണ്ട്. അവിടുത്തെ വൈസ് പ്രിൻസിപ്പലിനെതിരെയാണ് ഗുരുതര ആരോപണമുള്ളത്. അദ്ദേഹത്തിനെതിരെയും കേസ് എടുക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇവർ നൽകിയ മൊഴിയിൽ അത് വിവരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ വൈസ് പ്രിൻസിപ്പലിന്റെ മൊഴി അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. എന്തായാലും മൊഴി നൽകിയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ നടപടികൾ ഉണ്ടാകും. അഭിലാഷ്, വിശദാംശങ്ങളാണ് ഡാനി പോൾ നൽകിയത്. ബാലരാമപുരം കൊലപാതക കേസിൽ കുഞ്ഞിന്റെ അമ്മ ശ്രീധുവിനെതിരെ സാമ്പത്തിക തട്ടിപ്പിന് കേസ്. ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്നാണ് ശ്രീധുവിനെതിരായ പരാതികൾ. കൊലക്കേസിൽ ഹരികുമാറിനെ നാളെ കസ്റ്റഡിയിൽ വാങ്ങും. കുട്ടിയുടേത് ആഭിചാര കൊലപാതകം ആണോ എന്നതിൽ വ്യക്തത വരുത്താൻ തമിഴ്നാട്ടിലെ മന്ത്രവാദിയെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. നാലാം ദിനവും ബാലരാമപുരം കൊലക്കേസിൽ അടിമുടി ദുരൂഹത തുടരുകയാണ്. ദേവസ്വം ബോർഡിലെ ജീവനക്കാരി എന്നായിരുന്നു കൊല്ലപ്പെട്ട കുഞ്ഞിന്റെ അമ്മ ശ്രീധു നാട്ടുകാരോട് പറഞ്ഞിരുന്നത്. കരാർ അടിസ്ഥാനത്തിൽ പോലും ദേവസ്വം ബോർഡിൽ ജോലി ചെയ്തിട്ടില്ലാത്ത ശ്രീധു ജോലി വാഗ്ദാനം ചെയ്താണ് പലരെന്നുമായി പണം തട്ടിയത്. പണതവണകളായി 10 ലക്ഷം രൂപ തട്ടിയെന്നാണ് ബാലരാമപുരം സ്വദേശിയുടെ പരാതി. വിശ്വാസവഞ്ചന, സാമ്പത്തിക തട്ടിപ്പ്, വ്യാജരേഖ ചമയ്ക്കൽ എന്നീ വകുപ്പുകളാണ് ശ്രീധുവിനെതിരെ ചുമത്തിയത്. 6 പേർ പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടുണ്ട്. തട്ടിപ്പിൽ ഇടനിലക്കാരെ കേന്ദ്രീകരിച്ചും അന്വേഷണം തുടരുകയാണ്. നേരത്തെ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ച കരിക്കകം സ്വദേശിയായ ജോത്സൻ ദേവിദാസിന് ഈ ഇടപാടുകളിൽ പങ്കുണ്ടോ എന്നും പരിശോധിക്കുന്നു. ശ്രീധു രണ്ടാമതും വിവാഹിതയായി എന്ന ജോത്സന്റെ വെളിപ്പെടുത്തലിലും അന്വേഷണം നടക്കുന്നു. സാമ്പത്തിക തട്ടിപ്പുകൾക്ക് കുഞ്ഞിന്റെ കൊലപാതകവുമായി ബന്ധമുണ്ടോ എന്നതിലും പരിശോധനയുണ്ട്. കൊലക്കേസിൽ റിമാൻഡിൽ കഴിയുന്ന ഹരികുമാറിനെ നാളെ കസ്റ്റഡിയിൽ വാങ്ങും. മാനസിക ആരോഗ്യ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ഇയാളെ ചോദ്യം ചെയ്യാനാണ് നീക്കം. അടിക്കടി ഇയാൾ മൊഴി മാറ്റിയതും മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതും പോലീസിനെ കുഴപ്പിച്ചിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. മലപ്പുറം എളങ്കൂരിൽ യുവതിയെ ഭർതൃവീട്ടിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം. വ്യാഴാഴ്ചയാണ് പൂക്കോട്ടുംപാടം സ്വദേശി വിഷ്ണുജ മരിച്ചത്. വിഷ്ണുജയ്ക്ക് സൗന്ദര്യം കുറവെന്ന് പറഞ്ഞ് ഭർത്താവ് പീഡിപ്പിച്ചിരുന്നുവെന്ന് കുടുംബം ആരോപിക്കുന്നു. ഭർത്താവ് പ്രബിനെ മഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 2023 മെയിലാണ് വിഷ്ണുജയും എളങ്കൂർ സ്വദേശി പ്രബിനും തമ്മിലുള്ള വിവാഹം നടന്നത്. വിഷ്ണുജയെ സൗന്ദര്യം കുറവെന്ന് പറഞ്ഞ് ഭർത്താവ് പീഡിപ്പിച്ചിരുന്നുവെന്നാണ് വിഷ്ണുജയുടെ കുടുംബത്തിന്റെ ആരോപണം. സ്ത്രീധനത്തെ ചൊല്ലിയും ജോലിയില്ലെന്ന കാരണം പറഞ്ഞും പ്രബിൻ ഉപദ്രവിച്ചിരുന്നുവെന്നും കുടുംബം പറയുന്നു. ഭർത്താവിന്റെ ബന്ധുക്കൾ ഇതിനെല്ലാം കൂട്ടുനിന്നുവെന്നും ആരോപണമുണ്ട്. പ്രബിനും കുടുംബത്തിനുമെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം. മാനസികവും ശാരീരികമായിട്ടുള്ള പീഡനം, വളരെ കടുത്ത പീഡനം നേരിട്ടിരുന്നത് ഇപ്പോഴാണ് ഓരോന്നോരോന്ന് നമ്മൾ അറിയുന്നത്. അതായത് അവളൊപ്പം പഠിച്ച കൂട്ടുകാരികളും ഒക്കെ പറഞ്ഞു, അവരൊക്കെ ഓരോന്ന് എടുക്കാണ്ട് അത് ഇതൊക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, തെളിവുകളൊക്കെ ഉണ്ട്. ശക്തമായ നടപടി എൻ്റെ കുട്ടീനെ എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം അതിന് വധശിക്ഷ വരെ വാങ്ങിക്കൊടുക്കണം എന്നുള്ളതാണ്. എന്നാൽ വിഷ്ണുജയുടെ കുടുംബത്തിന്റെ ആരോപണങ്ങൾ പ്രബിന്റെ കുടുംബം തള്ളുന്നു. വിഷ്ണുജയും പ്രബിനുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ മറ്റാരോപണങ്ങൾ ശരിയല്ല എന്നുമാണ് ഇവരുടെ പ്രതികരണം. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് മഞ്ചേരി പോലീസ് കേസെടുത്തിരിക്കുന്നത്. പ്രബിനെതിരെ ആത്മഹത്യാ പ്രേരണ, ഗാർഹിക പീഡനം തുടങ്ങിയ കുറ്റങ്ങൾക്കുള്ള വകുപ്പുകൾ കൂടി ചുമത്തിയേക്കുമെന്നാണ് സൂചന. ന്യൂസ് 18 മലപ്പുറം. ആൺ സുഹൃത്തിന്റെ മർദ്ദനമേറ്റ് ചോറ്റാനിക്കരയിൽ പെൺകുട്ടി കൊല്ലപ്പെട്ട സംഭവത്തിൽ തുടർ നീക്കവുമായി പോലീസ്. റിമാൻഡിൽ ഉള്ള സുഹൃത്ത് അനൂപിനായി നാളെ കസ്റ്റഡി അപേക്ഷ നൽകും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രതി അനൂപിനെതിരെ ചുമത്താവുന്ന വകുപ്പുകൾ നിശ്ചയിക്കാൻ പോലീസ് നിയമോപദേശം തേടിയിരുന്നു. മരണകാരണം കെട്ടിത്തൂങ്ങിയതാണെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കൊലക്കുറ്റം ഒഴിവാക്കാൻ പോലീസ് തീരുമാനിച്ചത്. ഫാനിൽ കെട്ടിത്തൂങ്ങാൻ ശ്രമിച്ചപ്പോൾ പ്രതി ഷാൾ മുറിച്ച് പെൺകുട്ടിയെ താഴേക്കിട്ടതാണ് കൊലക്കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള കാരണം. എന്നാൽ മരണത്തിനു മുൻപ് പെൺകുട്ടിക്ക് ക്രൂരമായി മർദ്ദനമേറ്റിട്ടുണ്ട്. ലൈംഗിക അതിക്രമത്തിനും ശ്രമമുണ്ടായതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. അബോധാവസ്ഥയിലായ പെൺകുട്ടിക്ക് കൃത്യസമയത്ത് വൈദ്യസഹായം നൽകാൻ പ്രതി തയ്യാറാകാതിരുന്നതും ആരോഗ്യനില മോശമാക്കി. ആദ്യ എഫ്ഐആറിൽ പ്രതിക്കെതിരെ വധശ്രമവും ബലാത്സംഗവും അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിരുന്നു. കസ്റ്റഡിയിൽ ലഭിച്ച ശേഷമായിരിക്കും ഇനി തുടർ നടപടികളുണ്ടാകുക. ഇയാളെ വീട്ടിൽ കൊണ്ടുവന്നു വിട്ട സുഹൃത്തിനെക്കുറിച്ചും അന്വേഷണം നടത്തുന്നുണ്ട്. പ്രതിയുടെ ക്രിമിനൽ പശ്ചാത്തലം കണക്കിലെടുത്ത് സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചും അന്വേഷണമുണ്ട്. പെൺകുട്ടിയെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടുകൂടി ആരോടെങ്കിലും സംസാരിച്ചിരുന്നുവെന്നും പോലീസ് അന്വേഷിക്കുന്നു. ന്യൂസ് 18 കൊച്ചി. ആലപ്പുഴ മാന്നാറിൽ കൊല ചെയ്യപ്പെട്ട വൃദ്ധ മാതാപിതാക്കളുടെ മൃതദേഹം സംസ്കരിച്ചു. വീടിന് സമീപത്തായി ഒറ്റച്ചിതയാണ് ഒരുക്കിയത്. രണ്ടുപേരെയും
ഈ ചിതയിലാണ് സംസ്കരിച്ചത്. മാതാപിതാക്കളെ കൊലപ്പെടുത്തിയ പ്രതി വിജയനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. സ്വത്ത് തർക്കത്തെ തുടർന്ന് പിതാവ് രാഘവനെയും അമ്മ ഭാരതിയെയും മകൻ കൊലപ്പെടുത്തുകയായിരുന്നു. രാവിലെ 10 മണിയോടെയാണ് രാഘവന്റെയും ഭാര്യ ഭാരതിയുടെയും മൃതദേഹങ്ങൾ വീട്ടിലെത്തിച്ചത്. തുടർന്ന് കത്തിയമർന്ന വീടിന് സമീപത്തായി ഒറ്റ ചിതയിൽ സംസ്കാരം. ഗോദാവരി, സരസ്വതി, നർമ്മദേ, സിന്ധു, കാവേരി, ജലേസ്മിൻ. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ, കൊടിക്കുന്നിൽ സുരേഷ് MP തുടങ്ങി നിരവധി ആളുകൾ വൃദ്ധദമ്പതികൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനെത്തി. കൊലപാതകത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. മകൻ വിജയന് മാത്രമാണ് കൃത്യത്തിൽ പങ്കെന്നാണ് പോലീസ് നിഗമനം. ഇന്നലെ തന്നെ ഇതു സംബന്ധിച്ച തെളിവുകൾ പോലീസിന് ലഭിച്ചിരുന്നു. തെളിവെടുപ്പും പൂർത്തിയാക്കി. കൊലപാതകം, വീടിന് തീവെക്കൽ ഉൾപ്പെടെയുള്ള ഗുരുതരമായ വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ന്യൂസ് 18 ആലപ്പുഴ. നെന്മാറ ഇരട്ടക്കൊലപാതകത്തിൽ ചെന്താമരയുമായി തെളിവെടുപ്പ് ചൊവ്വാഴ്ച. 2 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ട് പോലീസ് നാളെ അപേക്ഷ സമർപ്പിക്കും. ശക്തമായ സുരക്ഷാ വലയത്തിലാകും തെളിവെടുപ്പ്. ഡ്രോൺ നിരീക്ഷണവും ഉണ്ടാകും. അവസാന ലാപ്പിൽ ആം ആദ്മിക്ക് തിരിച്ചടിയോ? ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം നാളെ അവസാനിക്കാനിരിക്കെ വോട്ടുറപ്പിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ നെട്ടോട്ടത്തിലാണ്. ആദായ നികുതി ഇളവ് ഡൽഹിയിൽ പ്രതിഫലിക്കുമെന്ന പ്രതീക്ഷയിലാണ് BJP. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് റാലിയായിരുന്നു ഇന്ന് ഡൽഹിയിലെ പ്രചാരണ രംഗത്ത് ഏറ്റവും പ്രധാനം. ഫെബ്രുവരി 5-ന് വസന്തം വിരിയുമെന്നാണ് മോദി പറഞ്ഞത്. साथियों, बसंत पंचमी के साथ ही मौसम बदलना शुरू हो जाता है. तीन दिन बाद 5 फरवरी को दिल्ली में विकास का नया बसंत आने वाला है. അതേസമയം ആം ആദ്മി പ്രവർത്തകരെ ആക്രമിച്ച BJP പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യത്തിലാണ് അരവിന്ദ് കെജ്രിവാൾ. ഡൽഹിയിൽ നിന്ന് പുതിയ വിവരങ്ങൾ രാകേഷാണ് നൽകുന്നത്. രാകേഷ്, അവസാന ലാപ്പിലെ പ്രചാരണം ഏത് നിലയിലാണ് മുന്നോട്ട് പോകുന്നത്? ഡൽഹിയിൽ പ്രചാരണം ശക്തമാക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. ഇന്ന് ഏതായാലും RK പുരത്തെ റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആം ആദ്മി പാർട്ടിക്കെതിരെ പ്രത്യേകിച്ച് MLA-മാരുടെ രാജി അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ ആയുധമാക്കിയിരിക്കുകയാണ് ആ വിഷയം. കാരണം മോദി ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, ആം ആദ്മി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നത്തെ ഉപയോഗിച്ചായിരുന്നു മോദിയുടെ വിമർശനം. അതായത് ആം ആദ്മി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ചൂലാണ്, പക്ഷേ ഈ ചൂടിന്റെ കെട്ടഴിഞ്ഞു പോയ നിലയിലായിരിക്കുകയാണ് കാര്യങ്ങൾ എന്ന വിമർശനമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത്. കാരണം 8 MLA-മാരാണ് കഴിഞ്ഞ ദിവസം രാജിവെച്ചതും പിന്നീട് BJP-യുടെ ഭാഗമായതും. ഏതായാലും ആ വിഷയം ആയുധമാക്കുകയാണ് നരേന്ദ്രമോദി. കാരണം 11 വർഷമായി ഡൽഹിയുടെ വികസനം മുടക്കുകയാണ് ആം ആദ്മി പാർട്ടി. അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ വസന്ത പഞ്ചമി വരുന്നതോടുകൂടി ഡൽഹിയിൽ വസന്തം, തണുപ്പ് മാറി വസന്തം വരുന്നതുപോലെ പുതിയ വസന്തം, വികസനത്തിന്റെ പുതിയ വസന്തം വരും ഡൽഹിയിൽ എന്നാണ് പ്രധാനമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ BJP സർക്കാർ രൂപീകരിക്കുമെന്ന പ്രതീക്ഷ അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്യുന്നു. ഏതായാലും നാളെ പരസ്യപ്രചാരണം അവസാനിക്കാനിരിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. പ്രത്യേകിച്ച് വിവിധ മന്ത്രിമാരെ, പഞ്ചാബിൽ നടക്കമുള്ള മന്ത്രിമാരെ അടക്കം ആം ആദ്മി പാർട്ടിക്കായി ഇവിടെ പ്രചാരണ രംഗത്തുണ്ട്. കാരണം കഴിഞ്ഞ 10 വർഷമായി ആം ആദ്മി പാർട്ടി ഭരിക്കുന്നു. ഇത്തവണ അവിടെ ഭരണം നിലനിർത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്രചാരണം, വാശിയേറിയ പ്രചാരണം നടക്കുന്നുണ്ട്. കോൺഗ്രസും തിരിച്ചുവരവിന്റെ ഒരു ശ്രമം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ചില മണ്ഡലങ്ങളിലെങ്കിലും നിർണായകമായ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളെ അപേക്ഷിച്ചൊരു മുന്നേറ്റം നടത്താൻ കഴിയുമെന്ന് കോൺഗ്രസും പ്രതീക്ഷിക്കുന്നുണ്ട്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.